അങ്ങനെ ഞങ്ങൾ പാകിസ്ഥാൻ ബോർഡറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പാസ്സൊക്കെ എടുത്ത് ഈ ഒരു പാസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടേക്ക് കടത്തി വിടുള്ളൂ കേട്ടോ. അപ്പോൾ ആധാർ കാർഡ് എന്തായാലും കാണിക്കാൻ വേണം അത് കയ്യിൽ കിട്ടണമെങ്കിൽ തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. വണ്ടി താഴെ വെച്ചിട്ട് കുറച്ചൊന്നും നടക്കാനുണ്ട്. നമ്മൾ ആകെ ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടീൻ്റെ അകത്ത് ഇങ്ങനെ വന്നുകൊണ്ട് തന്നെ. പിന്നെ അവിടുത്തെ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച കുറച്ച് പട്ടാളക്കാരുടെ പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. ഇത് ഞങ്ങളങ്ങനെ പാകിസ്ഥാൻ ബോർഡറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. തൊട്ടപ്പുറം പാകിസ്ഥാൻ ആയതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ ഉള്ളിലൊരു എന്താ പറയുക പ്രത്യേക ഫീലായിരുന്നു. ഞാനിത് 2ാമത്തെ തവണയാട്ടോ അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എപ്പം വന്നാലും ഒരു പ്രത്യേക ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പുറത്തെ ആരെങ്കിലും ഉണ്ടാവുമോ. നമ്മൾ ആദ്യം വന്ന സമയത്ത് ഇവിടെ കുറച്ച് ആൾക്കാർ, ഇവിടെയല്ല അപ്പുറത്തെ പാകിസ്ഥാനിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പുറത്തെ ഗേറ്റിൻ്റെ മുമ്പിൽ. അന്ന് ഞങ്ങൾ അവർക്ക് ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്തിട്ടാണ് അവിടെ നിന്ന് മടങ്ങിയത്. പക്ഷേ ഇന്ന് ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിനൊന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പട്ടാളക്കാരുടെ BP ജാക്കറ്റും തോക്കും ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ പോയി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നേരെ ചായ കുടിച്ചിട്ട് റൂമിലേക്ക് പോയി കേട്ടോ.